ബേസിക് വെരിലോഗ് കോഡ്സ് അറിയാമെന്നുള്ളൊരു അസംഷനിൽ തുടങ്ങാം. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ എഴുതുക, മൊഡ്യൂളിൻ്റെ നെയിം എഴുതുക, ജസ്റ്റ് എന്തെങ്കിലും നെയിം കൊടുത്താൽ ഷോർട്ട് നെയിം ആയിരിക്കണം. എന്താ പറയുക, ഒരു വാലിഡ് നെയിം. അതായത് ഇപ്പം എന്താ പറയുക, നമുക്കൊരു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം ഹാഫ് ആഡർ അങ്ങനെ നോക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ നെയിം കൊടുക്കുക, ഷോർട്ട് ആയിരിക്കണം എന്നുള്ളൂ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുക. എന്നിട്ട് ഇപ്പം സ്ട്രക്ചറൽ മോഡലിംഗ് ആനെക്കൊണ്ട് ഫസ്റ്റ് ഗേറ്റിൻ്റെ പേര് എഴുതുക, ദെൻ ഗേറ്റിന് നെയിം ചെയ്യുക, എന്നിട്ട് പാരന്തസിസിൻ്റെ അകത്ത് ഫസ്റ്റ് ഔട്ട്പുട്ട് എസ് എന്ന് പറയുന്നത് ഇവിടെ ഔട്ട്പുട്ടാണ്, ആൻഡ് ദെൻ ആണ് നമ്മൾ AB ഇൻപുട്ടാണെന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഹാഫ് ആഡിൽ നമുക്കറിയാം ഒരു ക്യാരീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AB ആണ്. സോ ദാറ്റ് ഇൻപുട്ടായിട്ട് A ഉണ്ട്, B ഉണ്ട്, C ആണ് ഔട്ട്പുട്ട് എന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞു. സോ എൻഡ് മൊഡ്യൂൾ. ഡാറ്റ ഫ്ലോയിൽ നമുക്ക് അറിയാം, ഇത് നമ്മൾ ഇതിന് പകരം എക്സ്പ്രഷൻസ് ആയിട്ട് അസൈൻ S ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതിൽ അസൈൻ S ഈക്വൽ ടു A മറ്റേ ക്യാപ്പ് എന്ന് പറഞ്ഞാലാണ് XOR, ഓക്കെ, ആൻഡ് തന്നെ ആംപർസെൻ്റ് ആണ് ആൻഡ്. അസൈൻ S ഈക്വൽ ടു XOR B ആൻഡ് അസൈൻ C ഈക്വൽ ടു A ആൻഡ് B. എൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ബേസിക്സ് ആണ്. ഇപ്പം മക്സിൻ്റെ ആണ്, മക്സ് ആൻഡ് ഡിമക്സും എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു സാധനത്തിൽ വലിയ കുഴപ്പമില്ലല്ലോ. സെയിം സാധനം, മറ്റേ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എവിടെയൊക്കെ വേണം നോട്ട് ആൻഡ് എന്നുള്ളത് വയർ എക്സ്ട്രാ കൊടുക്കണം. ഇതിലാകെ വയർ എന്ന് പറഞ്ഞ സംഭവം എക്സ്ട്രാ കൊടുക്കണം. അത്ര മാത്രമേ മറ്റേ സാധാരണമായിട്ട് ഡിഫറൻസ് ഉള്ളൂ. അറിയുമായിരിക്കും, കുഴപ്പമില്ലല്ലോ, സിമ്പിളല്ലേ. നേരെ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പും സാധനമൊക്കെ ഡൗട്ടില്ല, ഞാൻ അത് പറയാം. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫസ്റ്റ് ഞാൻ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സാധാരണ പോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ എഴുതുക, എന്നിട്ട് ഡിഫൈൻ ചെയ്തു, ആൻഡ് ദെൻ ഇതിലത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യണം. ഔട്ട്പുട്ട്സ് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആലോചിക്കുക, ഇൻപുട്ട് സാധാരണ പോലെ തന്നെയാണ് കൊടുക്കുക, പക്ഷേ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ രജിസ്റ്റേഴ്സിൽ കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ ഒരു സാധനത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. സോ ദാറ്റ് ഇവിടെ രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്യൂ ബാറുമാണ് നമ്മൾ ഔട്ട്പുട്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് സാധാരണ ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ബാറുമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനീഷ്യലി നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുക ഫസ്റ്റ് തന്നെ, ഇതാണ് അതിൻ്റെ തുടക്കത്തിൽ ഇന്ന സാധനം വരണം. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ക്യൂവിൽ 0 വരണം. അത് നമ്മൾ ഇങ്ങനെ കൊടുത്തതിൽ ചെറിയ സാധാരണ. ഓക്കെ, ഞാൻ ബാക്കി വീഡിയോ മുന്നത്തെ പാർട്ട് വീഡിയോയിലുണ്ട്. ഇത് കട്ടായിപ്പോയി, എനിക്ക് അറിഞ്ഞൂടെ കറിയാണ്ട് തട്ടിപ്പോയി, കട്ടായി, സോറി, ഡീപിറ്റ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്, ക്യൂ എന്നുള്ളത് 0 വരണം. അതായത് നമ്മൾ അപ്പ് കൗണ്ടർ അല്ലേ, അപ്പം 000 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. 000 001 002 001 010 011 അങ്ങനെയല്ലേ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇനീഷ്യലി 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ ക്യൂ ഈക്വൽ ടു 000 അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളെ വെരിലോഗിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഇത് ഈക്വലൻ ടു ഇത് എന്ന് വിചാരിച്ചാൽ മതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്നിട്ട് അതായത് ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഈ 1 B, ഈ സാധനം മിക്കവാറും എല്ലാവർക്കും എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഒന്നുമില്ല, ഈ 1 B എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് എന്ന് വിചാരിച്ചാൽ മതി. 1 ബിറ്റ്. അപ്പം വിചാരിക്കും 1/0 അങ്ങനെയല്ലേ കൊടുത്തത്. ഇതാ 1B0 1 അങ്ങനെയല്ലേ കൊടുത്തെന്ന് വിചാരിക്കും. 1 B 000 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. 1 ബിറ്റ് എന്നുള്ളത് 0 ആക്കി. അപ്പം ഞാൻ 4 ബിറ്റ് 000 എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് ഉണ്ട്, അത് മൊത്തം 000 ആക്കി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ 000 എന്നല്ല, സോറി, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയതാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം പോയപ്പോൾ മാറിപ്പോയി. ഓക്കെ, 1 ബിറ്റ് എന്നുള്ളത് 0 ആക്കി. ദാറ്റ്സ് ഓൾ, ഇത്രേ ഉള്ളൂ. 1 ബിറ്റ് എന്നുള്ളത് 0 ആക്കി. അപ്പം ക്യൂ ബാർ എന്തായിരിക്കും ഒഫീഷ്യലി അല്ല, ക്യൂ ബാർ എന്നുള്ളത് എന്താണെങ്കിലും 1 ബിറ്റ് എന്നുള്ളത് 1 ആയിരിക്കും. അതായത് ക്യൂ എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ ക്യൂ ബാർ ഒബ്വിയസ്ലി 1 ആയിരിക്കുമല്ലോ. സിമ്പിൾ തിങ്സ് അത്രേ ഉള്ളൂ. എന്നിട്ട് അത് ഈ ബിഗിനും എൻഡും ഉണ്ടല്ലോ, ബിഗിനും എൻഡും നമ്മൾ സിയിലോ പൈത്തണിലോ ബിഗിന് അതായത് ഈ ഓപ്പൺ കേളി ബ്രേസസ് ഇല്ലേ, അത് ബിഗിൻ എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് വിചാരിച്ചാൽ മതി. കേളി ബ്രേസസ് ക്ലോസിന് എൻഡ് എന്നുള്ളതിന് ഈക്വലൻ്റ് വിചാരിച്ചാൽ മതി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിഗിൻ എന്ന് പറഞ്ഞാൽ കേളി ബ്രേസസ് ഓപ്പൺ, എൻഡ് എന്ന് പറഞ്ഞാൽ കേളി ബ്രേസസ് ക്ലോസ്, അത്രേ ഉള്ളൂ. ഇനി എന്ന് പറഞ്ഞാൽ ഓൾവേസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റൂളാന്ന് വിചാരിച്ചോ. അതായത് ഇപ്പോൾ ഞാൻ
ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിയർ കൊടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക്. അതാണ് പോസിറ്റീവ് CLK എന്ന് പറയുന്നത്, പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക്. ഇതിൽ ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിക്ക് പറയാൻ പോകുന്ന കോഡ് ബ്ലോക്ക് മൊത്തം വർക്കാവണം, ഇല്ലെങ്കിൽ വർക്കാവേ വേണ്ട. അതാണ് ഞാൻ ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത്, ഈ ഓൾവേസ് സെറ്റ് എന്ന് പറയുന്നത്. ഓൾവേസ് സെറ്റ് ഞാൻ പറഞ്ഞു, പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് വന്നു, അല്ലെങ്കിൽ ക്ലിയർ വന്നു, അല്ലെങ്കിൽ പ്രീസെറ്റ് വന്നു, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മാത്രമേ വർക്ക് ആവേണ്ട ഈ കോഡ് ബ്ലോക്ക്. സോ ബിഗിൻ എന്ത് കേർലി ബ്രേസസ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഈ പ്രീസെറ്റ് ഈക്വൽ ടു 1 ബിറ്റ് എന്നുള്ളത് 1 ആണ്, അതായത് പ്രീസെറ്റിൽ 1 ആണ് ഇൻപുട്ട് കൊടുത്തത്. ഇഫ് ദാറ്റ് സോ കോഡ് ബ്ലോക്ക് വർക്ക് ആവണം. ക്യൂ എന്നുള്ളത് 1 ആക്കണം. അതായത് പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സാധനത്തിന് സെറ്റ് ചെയ്യല്ലേ, അതായത് ഇപ്പം ഒരു സാധനം ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ പറയുകയാണ് 1 ആണെന്ന്, അതാണ് പ്രീസെറ്റ്. ഇതിലെന്തോ ഒന്ന് സാധനം ഉണ്ട്, അതിനെ മാറ്റിയിട്ട് 1 എന്നാക്കുക. ഓക്കെ, ഈ സാധനത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് 1 ആക്കുക, അത്രേ ഉള്ളൂ സാധനം. ക്ലിയറും അതേപോലെ തന്നെ, ഇതാണ് പ്രീസെറ്റ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ട്, അതിനെ മാറ്റിയിട്ട് 0 ആക്കുക. അതായത് എന്താണെങ്കിലും അതിനെ 0 ആക്കുക. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അതിനെ 1 ആക്കുക, അത്രേ ഉള്ളൂ, അതാണ് സാധനം. അതിന് എന്നപ്പം ഇതിലിപ്പോൾ ക്യൂ എന്താണ് എന്നുള്ളത് നോക്കാണ്ട്, ക്യൂ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് ഈക്വൽ ടു. സോ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബിറ്റ് എന്നുള്ളത് പ്രീസെറ്റിൻ്റെ കേസ് അല്ലേ, പ്രീസെറ്റിൻ്റെ കേസ് ആയിക്കൊണ്ട് 1 ബിറ്റ് എന്നുള്ളത് 1 ആക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ്, ഒബ്വിയസ്ലി ക്യൂ എന്നുള്ളത് 1 ആണെങ്കിൽ ക്യൂ ബാർ എന്തായാലും 0 ആക്കണം. ക്യൂ ബാർ എന്നുള്ളത് 1 ബിറ്റ് എന്നുള്ളത് 0 ആക്കി, അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. എന്നിട്ട് ഈ സാധനം സെമിക്കോളം കൊടുക്കാൻ മറക്കരുത്, തെറ്റും, വർക്കാവില്ല. ആൻഡ് ആ ഈഫിൻ്റെ കേർലി ബ്രേസസ് ഓപ്പൺ ആക്കി ഈ ബിഗിന് പകരം ബിഗിന് ഇവിടെ എൻഡാക്കി എടുത്ത് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ക്ലിയർ 1 ആണെങ്കിൽ എന്താക്കണം, ക്ലിയർ ആക്കണം. ക്യൂ എന്താണോ നോക്കണ്ട, ക്യൂ എന്നുള്ളത് 0 ആക്കാൻ പറഞ്ഞു. അപ്പോൾ ക്യൂ ബാർ ഒബ്വിയസ്ലി 1 ആയിരിക്കണം, അതാണ് 1 ആക്കാൻ പറഞ്ഞു. അതിൻ്റെ ഇപ്പോൾ നേരത്തെ ഇവിടെ ഓപ്പൺ ആക്കിയ ബിഗിന് ഇവിടെ എൻഡാക്കി. ഇനി എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീസെറ്റ്. ദിസ് ഈസ് ദ പാർട്ട് 3. അതൊരു കോൾ വന്ന് കട്ടായി. എൽസ്, അതായത് നമ്മളിപ്പോൾ ഈ എൽസും എൽസ് ഈഫും പറഞ്ഞു. ഇനി എൽസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കണം എന്നുള്ളതാണ് എൽസ് കണ്ടീഷനിൽ കൊടുത്തത്. നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ അറിയാം, ഈ ഡി എന്ന് പറയുന്നത് എന്താണോ കൊടുത്തത് ആ സാധനം തന്നെയാണ് ക്യൂവിലേക്ക് വരിക. ഡി ഇഫ് 1 ആണ് കൊടുത്തത്, ആ 1 ആയിരിക്കും നെക്സ്റ്റ് QN+1 എന്ന് പറഞ്ഞ സ്ഥാനത്ത് 1 വരിക. 0 ആണ് കൊടുത്തതെങ്കിൽ QN+1 എന്നുള്ളത് 0 ആവും. അങ്ങനെയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മൾ പറഞ്ഞു എൽസ് കണ്ടീഷനിൽ ബിഗിൻ ചെയ്തു, കേർലി ബ്രേസസ് ഓപ്പൺ ആക്കി, ഇവിടെ എന്നിട്ട് ക്യൂ എന്നുള്ളത് ഡി ആണെന്ന് പറഞ്ഞു. എന്താണോ ഡി അതാണല്ലോ ഔട്ട്പുട്ട്, എന്താണ് ഡി അതാണ് ഔട്ട്പുട്ട്, സെയിം. സോ ക്യൂവിൽ എന്താണോ ഡിയിൽ എന്താണോ ഉള്ളത് അത് ക്യൂവിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അതേപോലെ തന്നെ ക്യൂ ബാറിലേക്ക് ഇതിൻ്റെ, അതായത് ഡി ആണ് ക്യൂവിലെങ്കിൽ ഡീൻ്റെ ബാർ ചെയ്തതായിരിക്കുമല്ലോ ക്യൂ ബാറിൽ സ്റ്റോർ ചെയ്യേണ്ടത്. സിമ്പിൾ സാധനം. അതിതാ ക്യൂ ബാറിലേക്ക് നോട്ട് ഓഫ് ഡി സ്റ്റോർ ചെയ്തു, കഴിഞ്ഞു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കഴിഞ്ഞു, എൻ മൊഡ്യൂൾ. ഇനി JK എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഇൻപുട്ട്, അതായത് ഡീനേക്കാൾ ഒരു എക്സ്ട്രാ ഇൻപുട്ട് വരും, ജെ ആൻഡ് കെ. ഓക്കെ, അതും ഇതേപോലെ തന്നെ ഇൻപുട്ട് പേര് കൊടുത്തു. ഫസ്റ്റത്തെ ഇൻപുട്ട് ജെയും കെയും ക്ലിയറും പ്രീസെറ്റും ക്ലോക്കും ഔട്ട്പുട്ടായിട്ട് രജിസ്റ്റേഴ്സിൽ ക്യൂ ബാർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു